ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം ഒരു എച്ച് എം അഥവാ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ നമ്മുടെ വാച്ചിലെ മെയിൻ സ്പ്രിങ് പോലെ അദ്ദേഹത്തിന് എന്താണ് ആ വിദ്യാലയത്തിൽ അത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. അറിവ്, പ്രായോഗിക ബുദ്ധി, കഴിവ്, നീതിബോധം, ആദർശശുദ്ധി, സംഘാടനശേഷി, കർമ്മകുശലത, ദീർഘദൃഷ്ടി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പിന്നെ അർപ്പണ മനോഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം. ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. അതായത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആത്മനിയന്ത്രണമാണ് മികച്ചത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. നിഷ്പക്ഷമായിരിക്കണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഏകാധിപതിയാവരുത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ നോക്കരുത്. അഭിപ്രായ സ്ഥിരത ഉണ്ടായിരിക്കണം. പക്ഷെ തെറ്റാണെന്ന് കണ്ടെത്തി എഴുത്താനായിട്ട് നോക്കണം. മറ്റുള്ളവരുടെ തട്ടുകെട്ടുകൾ ഒരിക്കലും കണ്ടെത്തുന്നതായിരിക്കരുത് അദ്ദേഹം ചെയ്യേണ്ടത്.